ഹൈ ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അത് മലയാളം മൂവിയാണ്. കഴിഞ്ഞ വീക്കിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു. ഇപ്പൊ അടുത്താണ് കാണാൻ ഇടയായത്. അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഒരു അബദ്ധം പറ്റിയ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം റിവ്യൂ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള മൂവിയെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിന്റെ പേര് അതിഭീകര കാമുകൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഡയറക്ഷൻ ഗൗതം, അതുപോലെ നിതിനാണ് ചേട്ടൻ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ റൈറ്റിംഗ് സുജിത് മോഹൻരാജാണ്. റൈറ്റിംഗ് കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലുക്മാൻ അവറാൻ, ദൃശ്യ, രഘുനാഥ്, മോഹിനിരാജ് തുടങ്ങിയ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഒരു പഴയ കാല ഒരു സ്റ്റോറി എടുത്ത് വീണ്ടും ഒരു പഴയ കുപ്പിയിലേക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുകയാണ്. കാരണം യാതൊരു മാറ്റമില്ലാത്ത, എവിടെയും പിടിച്ചെത്താൻ സാധിക്കാത്ത പഴയ ഒരു സ്റ്റോറി അതും കൊണ്ടുപോയി അവിൽപരവുമാക്കി തന്നിട്ടുണ്ട്. അതിഭീകരന കാമനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ ടീസറും ട്രെയിലറും പോലും ഒട്ടും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടിറങ്ങിയപ്പോഴും വലിയ നിരാശയും സമ്മാനിച്ചത്. കാരണം എനിക്കറിയാമായിരുന്നു ഏത് ലെവലിലേക്ക് പോകുന്ന ഒരു ചിത്രമായിരിക്കുമെന്നും. കാരണം ഇത് റിലീസിന് മുമ്പ് തന്നെ എൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ 2.5 മിനിറ്റ് തോന്നുന്ന ഡ്യൂറേഷൻ അതിൽ ഫുൾ സ്റ്റോറി തന്നെ പടത്തിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഒന്നുമില്ല, കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലുക്മാൻ അവറാൻ എന്ന് പറയുന്ന, അർജുൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ലുക്മാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. അപ്പോൾ അർജുൻ ഈ +2 ഏകദേശം 5-6 വർഷങ്ങൾ വെറുതെ നടക്കുന്നുണ്ട് നാട്ടില്. ഒരമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബം, പാവപ്പെട്ടൊരു ഫാമിലി. അപ്പോൾ അമ്മയാണ് മകനെ നോക്കുന്നത്. തീർച്ചയായിട്ടും അത് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഇവൻ ഇപ്പോഴും കാള കളിച്ചും അതുപോലെ തന്നെ എന്താ പറയുക ക്രിക്കറ്റ് കളിച്ചും പിള്ളേരൊപ്പം വെള്ളം അടിച്ച് നടന്നിങ്ങനെ അടിച്ചു പൊളിക്കുന്ന ലൈഫ്, അല്ലെങ്കിൽ നാട്ടിൻപുറത്തിട്ടുള്ള ഒരു ക്ലബ്ബുമായിട്ട് നടക്കുന്ന ഒരു ലൈഫാണ്. കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഫംഗ്ഷൻ പോകുന്നു. ഇപ്പോൾ പഴയൊരു മാഷ് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നീ ഏതുവരെ പഠിച്ചു? കാരണം ട്രെയിനിൽ നിന്ന് വ്യക്തമാണ്. ആ +2 വരെ പഠിച്ചു. എത്ര കൊല്ലമായി കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 6 വർഷം പറയുന്ന നേരെ കോളേജ് ചേർക്കുന്നു. കോളേജിൽ എത്തി അവനെ ലൈഫ് മാറി മറിയുന്നു. പുതിയ നമ്മുടെ കഥാനായികയെ കണ്ടുമുട്ടുന്നു. പിന്നീട് എങ്ങനെയാണ് അവളോട് ആ പ്രണയം തുറന്നു പറയുക, പ്രണയം തുറന്നു പറഞ്ഞ ശേഷമുള്ള ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു 2.5 മണിക്കൂറിനടുത്താണ് ഡ്യൂറേഷൻ വരുന്ന ഒരു ചിത്രം. പക്ക എന്താ പറയുക, ഒരു ആൽബം സോങ് കണ്ടിട്ടുള്ള ഒരു പ്രതിനിധി തന്നെയാണ്. കാരണം അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പാട്ട്. ഒരു കല്യാണ വീഡിയോ കണ്ടിട്ടുള്ള പ്രതിനിധി, അതാണ് ഇതിന്റെ കണ്ടന്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ കാല ഒരു കോസ്റ്റ്യൂമാണ്. 2014 കഥയാണ് പറയാൻ വേണ്ടി ശ്രമിക്കുമെങ്കിൽ പോലും ഒട്ടും തന്നെ ഒരു കൺവിൻസിങ് ആവാത്ത കോസ്റ്റ്യൂമും ഡയറക്ഷനും ഡയലോഗും ഒക്കെ പഴയഞ്ചൻ പരിപാടിയായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെറുപ്പിക്കേണ്ട കാര്യത്തിൽ അങ്ങേയറ്റം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതിൽ ലുക്മാന്റെ കൂട്ടുകാരനായിട്ട് കോളേജിൽ എടുത്തും വരുന്നുണ്ട്. അങ്ങേര് പക്കാല് വെറുപ്പിക്കലായിരുന്നു ആ പയ്യൻ. എന്റെ പൊന്നണ്ണാ നമിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല. പിന്നെ ഇടയ്ക്ക് ടോവിനോ തോമസിന്റെയാണ് വോയിസ് ഓവറിലോട് കഥ മുന്നോട്ട് പോകുന്നത്. അത് തിരിച്ചും അതിഭീകരൻ കാമുകനെ പറയുമ്പോൾ കാമുകന്റെ ഒരുപാട് അപരാധങ്ങൾ കഥയിലെടുത്ത് പറയുന്നുണ്ട്. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെയും അപരാധം മാത്രമാണ് കഥയിൽ പറയുന്നുണ്ട്. എവിടെയും കൺവിൻസിംഗ് ആയിട്ട് പിടിച്ചിരുത്താനോ സാധിക്കാതെ പോകുന്ന ഒരുപാട് സീൻസ് ഒക്കെ ഇട്ട് തന്നെയാണ് നമ്മുടെ കാമുകന്റെ അപരാധങ്ങൾ. അതിഭീകര കാമുകനായിട്ട് പോകുമ്പോൾ ഭയങ്കര ബോംബായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലുക്മാനെ കുറിച്ച് പറയുമ്പോൾ ഒരു മൊണ്ണേഷ്കായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വന്നിട്ടുള്ളൂ. ഒരു അമ്മ തൂങ്ങി നടക്കുന്ന ഒരു ചെക്കൻ, അല്ലെങ്കിൽ എന്താ പറയുക, പഴയകാല നാട്ടിൻപുറത്ത് നിന്നും കുറച്ചുകൂടി മാറി നിന്ന് പഠിക്കാൻ വേണ്ടി പറയുന്നു. പ്രണയത്തിലിരുന്നു കാമുകരെ പിന്നെ ഒടിപ്പിച്ച് നടക്കുന്നു. കണ്ണികളിച്ച് നടക്കുന്ന വെള്ളടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സെന്റിമെന്റ്സും കുറെ മാസം കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊരു ദുരന്തമായിട്ടുള്ള മൊണ്ണേഷായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. അതിനേക്കാൾ ദുരന്തമായിട്ടുള്ള കഥാനായകണ്ട് ദൃശ്യ രഘുനാഥ്. നമ്മുടെ 100 വെഡിങ് എന്ന് പറയുന്ന ചിത്രത്തില് പടത്തിന്റെ പേര് മറന്നും പോയി. നമ്മുടെ ഉമ്മറലുവിന്റെ പടത്തിൽ നായികയായിട്ട് വന്നുള്ള പെൺകുട്ടിയാണ് തൃശ്ശൂർക്കാരി. തീർച്ചയായിട്ടും അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാകുന്നില്ല. ഒരു വെറുപ്പിക്കലായിട്ടുള്ള, ഒരു ഭയങ്കരമായിട്ടുള്ള അതേപോലത്തെ ഒരു കഥാപാത്രം ഒക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേറെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇതില് കഥാപാത്രം വളരെ കാസ്റ്റിംഗ് കുറവായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് ഉള്ളൂ. അപ്പൊ അത്രയേറെ വെറുപ്പിക്കൽ സഹിച്ചാൽ മതി. പിന്നെ ലുക്മാന്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഉപ്പുമുളകിലൊക്കെ ഇപ്പൊ മുത്തശ്ശി വേഷം ചെയ്യുന്ന കഥാപാത്രമായിട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള ചെറിയ സിനിമകളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ബാക്കി സുഹൃത്ത് ഗുരുവായൂർ അമ്പലനടയിലെ ബേസിൽ ജോസഫിന്റെ കൂട്ടുകാരനായിട്ട് വന്നുള്ള സുഹൃത്താണ്. പേര് ഞാൻ മറന്നുപോയി, ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ വ്യക്തിയുണ്ട്. ആ വ്യക്തിയും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. ലുക്മാനൊക്കെ എന്ത് പറ്റിയെന്നാണ് ആലോചിക്കുന്നത്. മാതിരി പഴഞ്ചനായിട്ടുള്ള ഒരു ലുക്കും അതേപോലെ തന്നെ ഡയലോഗും ഒരു മണ്ണയായിട്ടുള്ള ഒരു കഥാപാത്രമൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വേറതില്ല. ഇപ്പൊ കുറെ പേര് പറയും അമ്മയുടെ സ്നേഹങ്ങളൊക്കെ ഈ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. കാരണം അമ്മയുടെ സ്നേഹം ചിത്രം ഇഷ്ടപ്പെട്ടാണ് അമ്മയോടുള്ള സ്നേഹം കാണിക്കാന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പണ്ട്
ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് അമ്മേ ശരണം ദേവി ശരണം ഈ സ്റ്റാറ്റസ് 4 പേർക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുറെ പണ്ടത്തെ കുറെ ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു പക്ഷേ ചിത്രം ഇഷ്ടപ്പെടും. അമ്മയും മകനും തമ്മിലുള്ള സീൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച്. അതൊരു കുഴപ്പമില്ല, ക്ലൈമാക്സും അങ്ങനെ തന്നെയാണ് ഇതിന്റെ എൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അമ്മയാണ് ഏറ്റവും ലോകത്ത് വലുത്. കാമുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു കാമുകി കിട്ടും, അല്ലെങ്കിൽ കാമുകിന് കാമുക്ക് മറ്റൊരു കാമുവിനെ കിട്ടിയേക്കാം. പക്ഷെ അമ്മയ്ക്ക് അമ്മ മാത്രമാണ് തുല്യം. അതാണ് കണ്ടന്റ് അവസാനം കൊണ്ട് ശ്രമിച്ചത്. അതൊരു ഓക്കെ ലെവൽ തന്നെയാണ് അത് അംഗീകരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് പകരം മറ്റാര് വന്നാലും അതിന് പകരം ആകില്ല എന്ന കാര്യം 100%, 101% സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ തിരിച്ച് ഇത് മാറ്റി നമ്മൾക്ക് അതിലോട്ട് കടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളും ഈ ഒരുപാട് അബദ്ധങ്ങളൊക്കെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. കോമഡി ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 100 കോമഡി കണ്ടെത്താൻ ശ്രമിച്ചെങ്കിൽ അതിൽ 1-2 മാത്രമാണ് ഇതിൽ വിജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു കോമഡി എടുത്ത് പറയാനുള്ളത് ലുക്മാനും സുഹൃത്തുമാനുള്ള കോടതി കുറച്ച് നടക്കുന്ന ഒരു കോമഡി. അത് നൈസായിരുന്നു. കരാട്ടിയുമായിട്ട് കണ്ണിക്കുത്തുന്ന ചെറിയ സീൻസ്. ബാക്കിയൊക്കെ ഒരു അപരാധം ലെവലായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് വില്ലന്മാരെന്ന് പറയാൻ പ്രത്യേകിച്ച് വില്ലന്മാരൊന്നുമില്ല. ഒരു അമ്മയെ സ്നേഹിക്കുന്ന മകനും അച്ഛനെ സ്നേഹിക്കുന്ന മകളും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ അവർക്കിടയിലേക്ക് പ്രണയം കടന്നു വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ കണ്ടന്റായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാമുകനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്നെ ഫുൾ അപരാധം തന്നെയാണ് ബാക്കിയൊക്കെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും കാമുകന്റെ പ്രണയം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഒട്ടും തന്നെ ഒരു കൺവിൻസിങ് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലുക്മാന്റെ അതിഭീകര കാമുകനായിട്ട് അതിഭീകര ദുരന്തമാണ് എനിക്ക് കണ്ടിട്ട് പറയാനുള്ളൂ. കാരണം വേറെ ഒന്നല്ല, ഒന്നും തന്നെ പടത്തിലില്ല. ഭയങ്കര ഗംഭീരമായിട്ടുള്ള വെറുപ്പിക്കൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ പറയുക, തിയേറ്ററുകാരോടാണ്. ഏകദേശം ഒരു 10-30 പേർക്ക് വേണ്ടി ഈ ചിത്രം ഇട്ട് തന്നതിൽ വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നല്ലൊരു കാര്യം. തീർച്ചയായിട്ടും കയറുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇമാതിരി അവസ്ഥയിലൊക്കെയാണ് ചെന്ന് ചാടാന്ന്. അത് തിരിച്ചിടുമ്പോൾ ദുരന്തമായി മാറി പോയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു അതിഭീകരം കാമുകനെ കുറിച്ച് പറയാനുള്ളത്. പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിലും എന്താ പറയാ ഒരു പക്ക ഒരു മാപ്പിളപ്പാട്ട് കണ്ടിട്ടുള്ള പ്രതിനിധി തന്നെയാണ്. മാധ്യമ ആ പ്രതിനിധി ഉണ്ടല്ലോ, ആ പ്രതിനിധി തന്നെയാണെങ്കിലും 1-2 പാട്ടുകൾ അതേപോലെ തന്നെ കോപ്പി അടിച്ച് വെച്ചിട്ട് ആരംഭിക്കുക. അത് ആരാണ് മ്യൂസിക് ചെയ്തെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്നസെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ട്രോൾ ചെയ്യുന്നു. കാരണം ബാൻഡ് സ്കോറൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇന്നസെന്റ് എന്ന് പറയുന്ന മൂവിയുടേത്. എനിക്ക് തോന്നുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിന് മുമ്പിൽ ഒന്നുമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ തന്നെയാണ്. അതിഭീകര കാമുകൻ അതിഭീകര ദുരന്തമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ തിരിച്ചിടും അതിഭീകരൻ കാമുകൻ എന്ന് പറഞ്ഞിത്തരം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്ത തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ ഫസ്റ്റ് പടം കാണാൻ സമ്മതിക്കുമെങ്കിൽ തിരിച്ചടി കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്തവർ ഓടിയിട്ട് വരുമ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യങ്ങൾ പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.